സസ്പെൻഷൻസിന്റെ ബാക്കി പോർഷൻസും കൂടെ നമുക്ക് നോക്കാം. സസ്പെൻഷൻസ് ഗ്രൂപ്പിൽ നോട്ട് തന്നിരുന്നോ? സുകന്യ, ഗ്രൂപ്പ് നോട്ട് കിട്ടിയ ഏരിയ അല്ലേ സസ്പെൻഷൻസ്? നോട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആ ടാബ്ലറ്റിന്റെ നോട്ട്സ് എങ്ങനെയുണ്ട്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഒഫ്താൽമിക് സസ്പെൻഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു, എക്സ്റ്റേണൽ സസ്പെൻഷൻസ് പറഞ്ഞിരുന്നു അല്ലെ? ഫ്ലോക്കുലേറ്റഡ് പറഞ്ഞു. ഇനി ഫ്ലോക്കുലേറ്റിംഗ് സസ്പെൻഷൻസിനകത്തുള്ള ഏജൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ സസ്പെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം. അതിൻ്റെ അകത്ത് ഡിസ്പേഴ്സ്ഡ് ആയിരിക്കുന്ന ഫേസ് എന്തായിരുന്നു? സോളിഡ്. ഏത് ഫേസിലായിരിക്കും ഡിസ്പേഴ്സ്ഡ് ആവുക? ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി സോളിഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫേസിലായിരിക്കും ഇത് ഡിസ്പേഴ്സ്ഡ് ആവുക. അപ്പൊ നമുക്ക് ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ് എന്താന്ന് നോക്കാം. സോ ഈ സസ്പെൻഷൻസ് എടുക്കുകയാണെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ത്? ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ് നമ്മൾ ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഇവര് ആ ഡിസ്പേർഷൻ മീഡിയത്തില് നല്ലതുപോലെ ഡിസ്പേഴ്സ്ഡ് ആയിട്ട് കിടക്കാനായിട്ടാണ് നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ സസ്പെൻഷൻസ് the solid particle as well are well dispersed in dispersion medium, that is the vehicle. The dispersion can be improved by adding a surfactant അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ്. അപ്പൊ ആ സർഫാക്റ്റന്റിനെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിനെയാണ് നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഏരിയയില് ഡിസ്പേഴ്സ് ചെയ്തിങ്ങനെ ഡിസ്പേഴ്സ്ഡ് ഫേസ് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഏജന്റിനെയാണ് നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ ഒരു കൊളോയിഡ് ആവാം, അല്ലെങ്കിൽ ഒരു സർഫാക്റ്റന്റ് ആവാം. ഒരു പ്രൊട്ടക്റ്റീവ് കൊളോയിഡും അല്ലെങ്കിൽ ഒരു സർഫാക്റ്റന്റും ആകാം. ഓക്കെ, ദെൻ ദ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആക്ട് ബൈ റെഡ്യൂസിങ് ദ സർഫേസ് ടെൻഷൻ and thereby improving the dispersion of solids and minimize flocculation. ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് എന്താണ് ചെയ്യുന്നത്? അത് പാർട്ടിക്കിൾസ് തമ്മിലുള്ള സർഫസ് ടെൻഷൻ കുറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിനെ, ഈ സോളിഡിനെ അവിടെ ഡിസ്പേർഷൻ മീഡിയത്തിൽ ഈക്വൽ ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് ഈ ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റിന് പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ മിനിമൈസ് ഫ്ലോക്കുലേഷൻ. ഡിസ്പേർഷൻ ഓഫ് സോളിഡ്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും. ഫ്ലോക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫ്ലോക്കുലേറ്റഡ് ആൻഡ് നോൺ ഫ്ലോക്കുലേറ്റഡ് നമ്മൾ പറഞ്ഞിരുന്നു. ഫ്ലോക്കുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരു നെറ്റ്വർക്ക് പിടിച്ചിങ്ങനെ കട്ടി പോലെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലോക്കുലേറ്റഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഫ്ലോക്കുലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ആ കട്ട പിടിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് കുറയ്ക്കുകയും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ കൂട്ടാനുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം അതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾസ് ആണ്. സോഡിയം ലൗറൈൽ സൾഫേറ്റ്, ട്വീൻ, സ്പാൻ, കാർബോവാക്സ് എക്സെട്ര ആർ കോമൺലി യൂസ്ഡ് ആസ് ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്. ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് ആയിട്ട്? സോഡിയം ലൗറൈൽ സൾഫേറ്റ്, ട്വീൻസ്, സ്പാൻസ്, കാർബോവാക്സ്. ഓക്കെ, ഈ ഇത്രയും ഏജൻസിനെയാണ് നമ്മൾ പൊതുവെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്. സർഫസ് ടെൻഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് തിക്കനിങ് ഏജന്റ്. എന്താണ് തിക്കനിങ് ഏജന്റ്? ഇത് ഹൈഡ്രോഫിലിക് കൊളോയിഡ്സ് ആണ്. ഇവര് കൊളോയിഡൽ ഡിസ്പേർഷൻസ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, അതായത് ഒരു വാട്ടറുമായിട്ട് നമ്മളൊരു സസ്പെബം എന്താ പറയാ, ഒരു സ്പൂൺ അരിപ്പൊടി എടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു മിക്സ്ചർ ആയിട്ട് വരില്ലേ? അതെങ്ങനെയാ വരിക? അത് ആ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സോൾവെന്റ് എന്താണോ ആ സോൾവെന്റുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ടായിരിക്കും
അതൊരു തിക്കനിങ് ഏജന്റ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ദീസ് ആർ ഹൈഡ്രോഫിലിക് കൊളോയിഡ് വിച്ച് ഫോം കൊളോയിഡൽ ഡിസ്പേർഷൻ വിത്ത് വാട്ടർ ആൻഡ് it will increase the viscosity of the concentration phase. അല്ലെങ്കിൽ ഈ കണ്ടിന്യൂസ് ഫേസ് ഏതാണോ ആ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടായിരിക്കും തിക്കനിങ് ഏജന്റ് ആക്ട് ചെയ്യുക. സോ the solid particles remain suspended in it for a sufficiently long time to measure the uniform accurate dose. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഒരു വെള്ളത്തിലാണ് നിങ്ങൾ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യുന്നതെങ്കിൽ അത് അത്രയ്ക്കും യൂണിഫോം ആയിട്ട് എല്ലായിടത്തും സസ്പെൻഡ് ചെയ്ത് കിടക്കണമെന്നില്ല. അപ്പോ തിക്കനിങ് ഏജന്റ് ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ചാല് തിക്കനിങ് ഏജന്റ് ഇതിനെ ഡിസ്പേഴ്സ് ചെയ്തിട്ട് തിക്കനിങ് ഏജന്റ് ആ പർട്ടിക്കുലർ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി കൂട്ടും. അപ്പൊ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, എല്ലാം ഓരോ സ്ഥലത്ത് dispersed ആയിട്ട് കിടക്കും. So thickening agents are hydrophilic colloid which form colloidal dispersions with the water and തിക്കനിങ് ഏജന്റ് എന്താ ചെയ്യുക, നമ്മുടെ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി കൂട്ടും. കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി കൂട്ടുമ്പോൾ എന്ത് പറ്റും, സോളിഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഈക്വൽ ആയിട്ട് കൃത്യമായിട്ട് സസ്പെൻഡ് ചെയ്ത് കിടക്കും ഫോർ സഫീഷ്യന്റ്ലി ലോങ് ടൈം. The thickening agents used to stabilize suspensions are classified into mainly 3 groups. ഏതൊക്കെയാണ്, polysaccharides, natural polysaccharides and semi synthetic ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദെൻ പോളിസാക്രൈഡ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ ഉണ്ട്, സെമി സിന്തറ്റിക് ഉണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് 3 തരത്തിലുള്ള. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഏജന്റ് ഏതാണ്, ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ് അല്ലെ, അല്ലെങ്കിൽ ഫ്ലോക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ഏജന്റ് ആണ് ഫ്ലോക്കുലേറ്റിംഗ് ഏജന്റ്. രണ്ടാമത്തെ ഏജന്റ് ആണ് തിക്കനിങ് ഏജന്റ്. അതിനകത്ത് 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പോളിസാക്രൈഡ്, ഇനോർഗാനിക്, സിന്തറ്റിക്. പോളിസാക്രൈഡ് തന്നെ നാച്ചുറലും ഉണ്ട്, സെമി സിന്തറ്റിക്കും ഉണ്ട്. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള പോളിസാക്രൈഡ്സ് അവൈലബിൾ ആണ്, നാച്ചുറലും സെമി സിന്തറ്റിക്കും. നാച്ചുറലിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി നാച്ചുറൽ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഗം അക്കേഷ്യ, ട്രഗക്കാന്ത്, സ്റ്റാർച്ച്, സോഡിയം ആൽജിനേറ്റ് ഒക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള പോളിസാക്രൈഡ്സ്. ഇനി സെമി സിന്തറ്റിക് എടുത്താലോ, മീഥൈൽ സെല്ലുലോസ്, സോഡിയം കാർബോക്സി മീഥൈൽ സെല്ലുലോസ്, മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്, ഇതൊക്കെയാണ് പോളിസാക്രൈഡ്സ് ഓഫ് സെമി സിന്തറ്റിക് കാറ്റഗറി. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക പ്രധാനമാണ്. ഓക്കെ, സോ തിക്കനിങ് ഏജന്റിനകത്ത് പോളിസാക്രൈഡ്സ് ഉണ്ട്. ആ പോളിസാക്രൈഡ് എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്, നാച്ചുറലും ഉണ്ട്, സെമി സിന്തറ്റിക്കും ഉണ്ട്. ഓക്കെ, സോ നാച്ചുറലിന്റെ പ്രത്യേകത എന്താണ്, ഇറ്റ് വിൽ പ്രൊവൈഡ് എ ഗുഡ് പ്രൊട്ടക്റ്റീവ് ആക്ഷൻ, അല്ലെങ്കിൽ ഗുഡ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആൻഡ് സസ്പെൻഡിങ് ഏജന്റ് ആയിട്ട് ഗം അക്കേഷ്യ ആക്ട് ചെയ്യും. സോ അത് റെസിനസ് ആയിട്ടുള്ള ടിങ്ചേഴ്സ്, റെസിനസ് ടിങ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഗം എക്സുഡേറ്റ്സ് വരുന്നതിനെയാണ് റെസിനസ് ടിങ്ചർ എന്ന് പറയുന്നത്. സോ റെസിനസ് ടിങ്ചറിന്റെ മിക്സ്ചേഴ്സിൽ ഈ ഗം അക്കേഷ്യ ആഡ് ചെയ്യുന്നത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് മോർ ഇഫക്റ്റീവ് വെൻ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് കോമ്പൗണ്ട് ട്രഗക്കാന്ത് പൗഡർ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഒരു പർട്ടിക്കുലർ നാച്ചുറൽ ഏജന്റ് ആയിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ അത്രത്തോളം എഫിഷ്യൻസി കിട്ടണമെന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ആഡ് ചെയ്യാം, ഒന്നിൽ കൂടുതൽ ഏജന്റുകൾ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം കോമ്പൗണ്ട് ട്രഗക്കാന്തും ഗം അക്കേഷ്യയും ഒരുമിച്ചുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഇഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ട്രഗക്കാന്ത് പൗഡറിൽ എന്തൊക്കെയാ ഉണ്ടാവുക, കേഷ്യോ ഉണ്ടാവും, ട്രഗക്കാന്ത് ഉണ്ടാവും, സ്റ്റാർച്ച് ഉണ്ടാവും, സുക്രോസ് ഉണ്ടാവും. 20% സ്റ്റാർച്ച് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 20% അക്കേഷ്യ, 15% ട്രഗക്കാന്ത്, അതേപോലെ തന്നെ 20% സ്റ്റാർച്ച്, സുക്രോസിന്റെ അളവ് വേരിയബിൾ ആയിട്ട് വരും. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു അക്കേഷ്യയുടെ കൂടെ കോമ്പൗണ്ട് ട്രഗക്കാന്ത് ആഡ് ചെയ്യണം. കോമ്പൗണ്ട് ട്രഗക്കാന്തിനകത്ത് എന്തൊക്കെയുണ്ട്, 20% അക്കേഷ്യയും സ്റ്റാർച്ചും 15% ട്രഗക്കാന്തും സുക്രോസും. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ട്രഗക്കാന്ത് പൗഡർ എന്ന് വിളിക്കുന്നത്. കൂടുതലായിട്ടും ഈ കോമ്പൗണ്ട് ട്രഗക്കാന്ത് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 gram per 100 ml ഓഫ് മിക്സ്ചർ. അതായത് 100 ml നമ്മൾ എത്ര ആഡ് ചെയ്യുന്നത്, 2 gram ഓഫ് മിക്സ്ചർ
ആഡ് ചെയ്യുന്നത്. The compound Rakan powder is always used when the vehicle is other than water and chloroform water. Okay, ക്ലോറോഫോം വാട്ടറും അല്ലാത്ത സന്ദർഭങ്ങളിലായിരിക്കും നമ്മൾ കോമ്പൗണ്ട് റഹക്കാൻ പൗഡർ യൂസ് ചെയ്യുന്നത്. അപ്പൊ കോമ്പൗണ്ട് റഹക്കാൻ പൗഡർ ആരൊക്കെയുണ്ട്? റഗക്കാന്ത് ഉണ്ട്, അക്കേഷ്യ ഉണ്ട്, പിന്നെ സ്റ്റാർച്ച് ഉണ്ട്, സുക്രോസ് ഉണ്ട്. ട്രഹക്കാന്ത് ആയിരിക്കണം കൂടുതൽ എന്നാ വിചാരിക്കുന്നത്. ട്രഹക്കാന്ത് 15 ഉള്ളൂ, ബാക്കി രണ്ടും 20% ഉണ്ട്. ഇനി അക്കേഷ്യ എടുത്താലോ? അക്കേഷ്യക്കകത്ത് കണ്ടെയ്ൻ എൻസൈം ഓക്സിഡൈസ് ഉണ്ട്. കണ്ടോ? അക്കേഷ്യ കണ്ടെയ്ൻ എൻസൈം ഓക്സിഡൈസ്. ഈ ഓക്സിഡൈസ് എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് തന്നെ ഈ അക്കേഷ്യ എന്ന് പറയുന്ന മെഡിക്കാമെന്റിനെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ഡിറ്റീരിയോറേറ്റ് ചെയ്യും. അപ്പൊ നമ്മള് ഗമ്മക്കേഷ്യ ആഡ് ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രിസർവേറ്റീവുകൾ ആഡ് ചെയ്യണം. അപ്പൊ ബെൻസോയിക് ആസിഡോ അല്ലെങ്കിൽ പാരാഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡോ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ആന്റി മൈക്രോബിയൽ ഏജന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് ട്രഗക്കാന്ത്. ട്രഗക്കാന്ത് എന്താണ്? അക്കേഷ്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ട്രഗക്കാന്ത് ഒരു ബെറ്റർ ഏജന്റ് ആണ് അല്ലെ. അപ്പൊ ക്ലോറോഫോം അല്ലെങ്കിൽ വാട്ടർ അല്ലാതെ സസ്പെൻഡിങ് ഏജന്റ് ഉപയോഗിക്കുമ്പോഴായിരിക്കും നമ്മൾ കോമ്പൗണ്ട് ട്രഹക്കാന്തിനെ യൂസ് ചെയ്യുന്നത്. ഇനി ട്രഹക്കാന്ത് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു തിക്കനിങ് ഏജന്റ് ദാൻ അക്കേഷ്യ എന്ന് പറയാവുന്ന ഒരാളാണ് ട്രഹക്കാന്ത്. കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡറോ അല്ലെങ്കിൽ ട്രഹക്കാന്ത് മ്യൂസിലേജോ നമ്മൾ ഹെവി ആയിട്ടുള്ള ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിന് വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുക. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡർ അല്ലെങ്കിൽ ട്രഹക്കാന്ത് മ്യൂസിലേജ് ഉണ്ടാക്കാം. കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡർ നമ്മൾ മനസ്സിലാക്കിയല്ലോ, ഒരു മിക്സ്ചർ ആണല്ലേ എല്ലാത്തിന്റെയും കൂടെ. ഇനി ട്രഹക്കാന്ത് മ്യൂസിലേജ് അല്ലെങ്കിൽ ഇപ്പം സ്റ്റാർച്ച് മ്യൂസിലേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മ്യൂസിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവനിങ്ങനെ വാട്ടർ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് ഒരു എന്താ പറയാ പേസ്റ്റ് പരുവത്തില്, ഒരു ലിക്വിഡ് പരുവത്തില്, സെമി ലിക്വിഡ് ആയിട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എന്താ വിളിക്കുക? മ്യൂസിലേജ് എന്ന് വിളിക്കുക അല്ലെ. സോ ഈ ട്രഹക്കാന്ത് മ്യൂസിലേജ് അല്ലെങ്കിൽ ട്രഹക്കാന്ത് പൗഡർ ഒക്കെ നമ്മള് ഹെവി ആയിട്ടുള്ള ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള പൗഡേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മള് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. ട്രഹക്കാന്ത് മ്യൂസിലേജ് ഈസ് യൂസ്ഡ് when the vehicle is water അല്ലെങ്കിൽ chloroform water in the concentration of 1/4 of the volume of mixture. അപ്പൊ ഈ ഒരു മിക്സ്ചറിന്റെ അകത്ത് 1/4 വോളിയം എന്തായിരിക്കണം? ക്ലോറോഫോം വാട്ടറോ അല്ലെങ്കിൽ വെറും വാട്ടറോ ആണെങ്കിലാണ് നമ്മൾ ട്രഹക്കാന്ത് യൂസ് ചെയ്യുന്നത്. ഇഫ് ദ വെഹിക്കിൾ ഇസ് അതർ ദാൻ വാട്ടർ ആൻഡ് ക്ലോറോഫോം വാട്ടർ നമ്മൾ കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡർ യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് സ്റ്റാർച്ച്. Starch is sometimes used with the other suspending agent because of the viscosity of its mucilage. സ്റ്റാർച്ച് എന്ന് പറയുന്നത് മറ്റുള്ള സസ്പെൻഡിങ് ഏജന്റിന്റെ കൂടെ വേണം നമ്മൾ സ്റ്റാർച്ച് ആഡ് ചെയ്യാനായിട്ട്. സ്റ്റാർച്ച് is sometimes used with other suspending agent because of the high viscosity of the ആ ഒരു പർട്ടിക്കുലർ ഏജന്റ് അല്ലെങ്കിൽ ആ മ്യൂസിലേജിന്റെ വിസ്കോസിറ്റി കൂടുതലായതുകൊണ്ട് സ്റ്റാർച്ച് മാത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മറ്റുള്ള സസ്പെൻഡിങ് ഏജന്റ് കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ സ്റ്റാർച്ചിനെ കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡറിൽ ആഡ് ചെയ്യുന്ന കണ്ടു അല്ലെ. സ്റ്റാർച്ച് 20%. അടുത്ത നമ്മൾ പറയുന്നത് സോഡിയം ആൽജിനേറ്റ് ആണ്. സോഡിയം ആൽജിനേറ്റ് എന്ന് പറയുന്നത് ഒരു വിസ്കസ് സൊല്യൂഷൻ ആണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഒരു വിസ്കസ് സൊല്യൂഷൻ ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് 1% സൊല്യൂഷൻ ഈസ് ഹാവിംഗ് ദ സെയിം suspending power as that of ട്രഹക്കാന്ത് മ്യൂസ്. അപ്പം സോഡിയം ആൽജിനേറ്റിന്റെ 1% എന്ന് പറയുന്നത് ട്രഹക്കാന്ത് മ്യൂസിലേജ് പോലെ തന്നെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നാച്ചുറൽ പോളിസാക്കറൈഡ്സ് കഴിഞ്ഞു. അക്കേഷ്യ, ഗമക്കേഷ്യ, കോമ്പൗണ്ട് ട്രഹക്കാന്ത്, സ്റ്റാർച്ച്, സോഡിയം ആൽജിനേറ്റ്, ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ഇനി സെമി സിന്തറ്റിക് ആയിട്ടുള്ളത് നോക്കാം. സെമി സിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എല്ലാം സെല്ലുലോസ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, സെല്ലുലോസ് ഡെറിവേറ്റീവ്. ആദ്യത്തത് മീഥൈൽ സെല്ലുലോസ്. മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 to 2% ആസ്
thickening agent, both internally, externally. Okay. So, semi-synthetic methyl cellulose ആണ് പറയുന്നത്. methyl cellulose എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 0.5 മുതൽ 2% വരെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സെമി-സിന്തറ്റിക് ഇതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്റ്റേണൽ യൂസിനും ഇന്റേണൽ പ്രിപ്പറേഷൻസിലും methyl cellulose എന്ന് പറയുന്ന ഏജന്റിനെ ഉപയോഗിക്കാം. അടുത്ത സോഡിയം കാർബോക്സി methyl cellulose. അത് കുറച്ചും കൂടെ ലോ കോൺസെൻട്രേഷൻ 0.25 ഉപയോഗിക്കാം. ഓക്കെ, 0.25 to 1 ഓറൽ, എക്സ്റ്റേണൽ ആൻഡ് പേരൻട്രൽ ഇതിനെല്ലാം നമുക്ക് സോഡിയം കാർബോക്സി methyl cellulose ഉപയോഗിക്കാം. ഇനി അടുത്ത മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് എന്താ? വുഡ് സെല്ലുലോസിന് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ്. വീണ്ടും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു കൊളോയിഡൽ ഡിസ്പേർഷൻ ആയിട്ടായിരിക്കും. ഇത്രയുമാണ് സെമി സിന്തറ്റിക്. അപ്പൊ നമ്മള് തിക്കനിങ് ഏജന്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് കൊളോയിഡുകളാന്ന് പറഞ്ഞു. അപ്പൊ അത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് ഫേസിന്റെ വിസ്കോസിറ്റി കൂട്ടിക്കൊണ്ട് സോളിഡ് പാർട്ടിക്കിൾസിനെ അവിടെ നല്ല സുഖമായിട്ട് സസ്പെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഏറ്റവും ആദ്യത്തെ പോളിസാക്രൈഡ്. പോളിസാക്രൈഡിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? നാച്ചുറല്, സെമി സിന്തറ്റിക്. നാച്ചുറലിനകത്ത് ഗമ്മക്കേഷ്യ, കോമ്പൗണ്ട് ട്രഗക്കാൻ പൗഡർ, ട്രഗക്കാന്ത്, ദെൻ സ്റ്റാർച്ച്, സോഡിയം ആൽജിനേറ്റ് ഡിസ്കസ് ചെയ്തു. 1% സോഡിയം ആൽജിനേറ്റിന്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ട്രഗക്കാന്ത് മ്യൂസിലേജുമായിട്ട് സെയിം സസ്പെൻഡിങ് പൗഡർ ആണ്. ഓക്കെ, ഇനി സെമി സിന്തറ്റിക് പറഞ്ഞു methyl cellulose, സോഡിയം കാർബോക്സി methyl cellulose, മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസും ഉണ്ട്. methyl cellulose എന്താണ്? 0.25 to 2% ആയിട്ടായിരിക്കും ഉണ്ടാവുക. സോഡിയം കാർബോക്സി methyl cellulose എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോ കോൺസെൻട്രേഷൻ 0.25 to 1. പ്രത്യേകം പേരൻട്രൽ ആയിട്ട് വരും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. മൈക്രോ ക്രിസ്റ്റലൈൻ ആകുമ്പോൾ വുഡിൽ നിന്ന് അല്ലെങ്കിൽ വുഡ് സെല്ലുലോസിൽ നിന്ന് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ ക്രിസ്റ്റലൈൻ സെല്ലുലോസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് പ്രധാനപ്പെട്ടത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത കൊളോയിഡ് ഡിസ്പേർഷൻ ആക്കി മാറ്റാൻ സാധിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇനോർഗാനിക് ഏജന്റ്. എന്താണ് ഇനോർഗാനിക് ഏജന്റ്? ഇനോർഗാനിക് ഓർഗാനിക്കും അല്ല സിന്തറ്റിക്കും അല്ല, അല്ലെ? ഇനോർഗാനിക് ആയിട്ടുള്ള ഏജന്റുകളുടെ എക്സാമ്പിൾ ആണ് ക്ലേയും അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എമൽഷനകത്ത്. ബെൻഡോനൈറ്റ് ആൻഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്, അതായത് ബെൻഡോനൈറ്റ് ആൻഡ് അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള തിക്കനിങ് ഏജന്റ്. ഓക്കെ, ബെൻഡോനൈറ്റ് എന്ന് പറയുന്നത് ഒരു പെയിൽ പഫ് ആണ്. യൂഷ്വലി ഒരു ക്രീമി ഹൈഗ്രോസ്കോപ്പിക് പൗഡർ ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ബെൻഡോനൈറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു 2% സസ്പെൻഷൻ ആയിരിക്കും പൊതുവെ നമ്മൾ സസ്പെൻഡിങ് ഏജന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോർ സസ്പെൻഡിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ് ഇൻ എക്സ്റ്റേണൽ പ്രിപ്പറേഷൻ ലൈക്ക് കലാമിൻ ലോഷൻ. ഇനി അടുത്ത അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റ് ഇന്നെ ക്രീമി വൈറ്റ് കളർലെസ് ടേസ്റ്റ്ലെസ് പൗഡർ ആയിട്ടായിരിക്കും അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റ് ആക്ട് ചെയ്യുക. ക്രീമി വൈറ്റ് ആണ്, ടേസ്റ്റും ഇല്ല കളറും ഇല്ല. ഓക്കെ, ഇനി തിക്കനിങ് ഏജന്റ് ആയിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ പ്രിപ്പറേഷൻസ്. അപ്പൊ ക്ലേ എന്ന് പറയുന്നത് ഒന്ന് ബെൻഡോനൈറ്റ്. ബെൻഡോനൈറ്റ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് പറഞ്ഞു രണ്ടിടത്ത് നമുക്ക് ഉപയോഗിക്കാം അല്ലെ ബെൻഡോനൈറ്റ്. ഒന്നെങ്കിൽ ഓയിൽ ഇൻ വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഇൻ ഓയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രണ്ട് രീതിയിൽ അതിനെ നമുക്ക് എന്താ പറയുക ഡിഫ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. സോ ബെൻഡോനൈറ്റും അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റും. ഓക്കെ, ബെൻഡോനൈറ്റ് ഒരു ക്രീമി ഹൈഗ്രോസ്കോപ്പിക് പൗഡറാണ്. വാട്ടറുമായിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്ത് ലിക്വിഫൈ ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ എന്താ പറയാ അലൂമിനിയം മഗ്നീഷ്യം സിലിക്കേറ്റ് ആണ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, എക്സ്റ്റേണലിലും ഇന്റേണലിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ബെൻഡോനൈറ്റ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കുക. A 2% suspension is used for suspending indiffusible solid in external preparations like calamine lotion. Okay. Next is aluminum hydroxide. എന്താണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്? അതൊരു സസ്പെൻഡിങ് ഏജന്റ് ആണ്. അലൂമിനിയം ഹൈഡ്രോക്സൈഡ് കണ്ടെയ്നിങ് ബേരിയം സൾഫേറ്റ്, കലാമിൻ, സൾഫണമൈഡ് ആൻഡ് സൾഫർ. ഇത്രയും സാധനങ്ങൾ
അലൂമിനിയം ഹൈഡ്രോക്സൈഡിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിന്തറ്റിക് കോമ്പൗണ്ടുകളാണ്. നമ്മൾ പലയിടത്ത് കേട്ടിട്ടുണ്ട്, എന്തുവാണ് എന്ന് നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് വൺ സിന്തറ്റിക് കോമ്പൗണ്ട്. ഓക്കെ, എന്താ സിന്തറ്റിക് കോമ്പൗണ്ട് പ്രത്യേകത എന്തൊക്കെയാ? കാർബോമർ അല്ലെങ്കിൽ കാർബോക്സി വീനൈൽ പോളിമർ ആണ് ഒരു എക്സാമ്പിൾ. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് കാർബോമർ, സിന്തറ്റിക് ആണ്. കാർബോമർ അല്ലെങ്കിൽ കാർബോക്സി വീനൈൽ പോളിമർ, അതൊരു തിക്കനിങ് ഏജന്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. 0.1 to 0.% ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏജന്റാണ് കാർബോമർ അല്ലെങ്കിൽ കാർബോക്സി വീനൈൽ പോളിമർ. അടുത്തത് കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ്. അപ്പം കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ് ആണെങ്കിൽ ഒരു വൈറ്റ് ആയിട്ടുള്ള നോൺ ഗ്രിറ്റി പൗഡർ ആയിരിക്കും. അതാണ് സസ്പെൻഡിങ് ഏജന്റിന് ഒരു 4 to 15% എന്തായിട്ട് മാറ്റുന്നത്? കോൺസെൻട്രേഷനിലേക്ക് മാറ്റുന്നത്. അതാണ് കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ്. അതൊരു വൈറ്റ് ആയിട്ടുള്ള നോൺ ഗ്രിറ്റി ആയിട്ടുള്ള പൗഡർ ആണ്. അത് നമുക്ക് എത്ര കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കാൻ പറ്റും? 15% വരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിനെയാണ് നമ്മൾ കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ് എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം സിന്തറ്റിക്കിനകത്ത് 2 ഏജന്റ്, കാർബോമറും അല്ലെങ്കിൽ കാർബോക്സി വീനൈൽ പോളിമറും കൊളോയിഡൽ സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, അടുത്തത് വെറ്റിംഗ് ഏജന്റ്. വെറ്റിംഗ് ഏജന്റ് എന്താ? ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറച്ചുകൊണ്ട് ഒരു ലിക്വിഡ് മീഡിയത്തിൽ സസ്പെൻഷൻ നിലനിൽപ്പിന് ഉപയോഗിക്കുന്ന ആളാണ് വെറ്റിംഗ് ഏജന്റ്. So these are the substance which reduce the interfacial tension between the colloidal particles and the liquid medium, thus producing a suspension of required quality. അപ്പൊ നമുക്ക് വേണ്ടുന്ന ക്വാളിറ്റിയിലുള്ള ഒരു സസ്പെൻഷൻ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വെറ്റിംഗ് ഏജന്റിന്റെ സഹായം വേണം. വെറ്റിംഗ് ഏജന്റ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ റെഡ്യൂസ് the surface tension between the substances in a മീഡിയം അല്ലെ, ഒരു സോളിഡ് പാർട്ടിക്കിളിന്റെയും ലിക്വിഡ് പാർട്ടിക്കിളിന്റെയും തമ്മിലുള്ള അല്ലെങ്കിൽ ഇടയിലുള്ള ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അടുത്ത എന്താണ്? ദിസ് മേ ബി അച്ചീവ്ഡ് ബൈ ആഡിങ് എ സ്യൂട്ടബിൾ വെറ്റിംഗ് ഏജന്റ്. ഓക്കെ, സോ അത് സോളിഡ് ലിക്വിഡ് സർഫസിൽ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്തുകൊണ്ട് ആ പാർട്ടിക്കിൾസിന്റെ അഫിനിറ്റി പരസ്പരം റെഡ്യൂസ് ചെയ്തുകൊണ്ട്, ഓക്കെ, ഇതിന്റെ പർട്ടിക്കുലർ ഫോഴ്സ് റെഡ്യൂസ് ചെയ്തുകൊണ്ട് പാർട്ടിക്കിൾസിന്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ആളാണ് വെറ്റിംഗ് ഏജന്റ് എന്ന് പറയുന്നത്. വെറ്റിംഗ് ഏജന്റിന്റെ എക്സാമ്പിൾ ആണ് ആൽക്കഹോൾ ഇൻ ട്രകക്കാന്തി മ്യൂസിൽ. അപ്പൊ ട്രകക്കാന്തി മ്യൂസിൽ ഇതിൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതാണ് ഒരു എക്സാമ്പിൾ. സോഡിയം ആൽജിനേറ്റിന്റെ കേസിൽ, അല്ലെങ്കിൽ ബെൻഡനൈറ്റ് സസ്പെൻഷൻസിന്റെ കേസിൽ, പോളിസോർബേറ്റിന്റെ കേസിൽ നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. സോ അത്തരം ഗ്ലിസറിനെയും നമുക്ക് എന്താണെന്ന് വിളിക്കാം? വെറ്റിംഗ് ഏജന്റ് എന്ന് വിളിക്കാം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓറൽ അല്ലെങ്കിൽ പേരൻട്രൽ സസ്പെൻഷൻസിൽ നമുക്ക് അവരെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ആൻഡ് എക്സസീവ് യൂസിങ്, നമ്മൾ ഒരുപാട് വെറ്റിംഗ് ഏജന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പത പോലെ വരും കേട്ടോ. ആൻഡ് നമ്മുടെ സസ്പെൻഷന്റെ ടേസ്റ്റും മാറും. അതേപോലെ സസ്പെൻഷന് ബാഡ് ഓർഡർ വരാനുമുള്ള ചാൻസ് ഉണ്ട്. തിക്കനിങ് ഏജന്റ് പോലെ തന്നെയാണ് വെറ്റിംഗ് ഏജന്റ്, പക്ഷെ പാർട്ടിക്കിൾസിനെ ഒന്ന് നനച്ചുകൊണ്ട് ഇരിക്കും അതെന്ത് ചെയ്യുന്നത്? അതിന്റെ ഇന്റർഫേഷ്യൽ ടെൻഷൻ കുറയ്ക്കുന്നത്. അടുത്ത പ്രിസർവേറ്റീവ്. എന്താ പ്രിസർവേറ്റീവ്? എന്താ? ഈ പറയുന്ന പ്രിപ്പറേഷന്റെ അകത്തുള്ള ബാക്ടീരിയൽ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പ്രിസർവേറ്റീവ്. ഓക്കെ, സോ എ സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ് ഈസ് നീഡഡ് ടു പ്രിസർവ് സസ്പെൻഷൻ എഗൈൻസ്റ്റ് ബാക്ടീരിയൽ ഗ്രോത്ത്. പ്രിസർവേറ്റീവ് ഒരു വൈഡ് റേഞ്ച് ഓഫ് മൈക്രോ ഓർഗാനിസത്തിൽ ആക്ട് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ബെൻസോയിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, മെയ്തൈൽ പരാബൻ, പ്രൊപ്പൈൽ പരാബൻ എന്നൊക്കെ പറയുന്നതാണ് പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ് ഏജന്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ്. ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കളറിങ് ഏജന്റ്, സ്വീറ്റനിങ് ഏജന്റ്, ഫ്ലേവറിങ് ഏജന്റ്, ഇവരെയൊക്കെയാണ് നമ്മൾ ഓർഗാനോലെപ്റ്റിക് അഡിറ്റീവ്സ് എന്ന് പറയുന്നത്. അവർ യൂഷ്വലി ഒരു ഓറൽ സസ്പെൻഷന്റെ അകത്തായിരിക്കും മിക്സപ്പ് ആവുക. എ സ്യൂട്ടബിൾ പെർഫ്യൂം അല്ലെങ്കിൽ ഒരു കളർ ക്യാൻ ബി ആഡഡ് ടു ദ സസ്പെൻഷൻസ് ആഡഡ് ടു ദ
എക്സ്റ്റേണൽ പ്രിപ്പറേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ പെർഫ്യൂം അല്ലെങ്കിൽ കളർ ആഡ് ചെയ്തുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ അത്ര ഈസി ആയിട്ട് തോന്നില്ല. നെക്സ്റ്റ് പുതിയൊരു ടോപ്പിക് അല്ല, കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. മെത്തേഡ്സ് ഓഫ് ഡിസ്പെൻസിങ് സസ്പെൻഷൻസ്. ഓക്കെ, സോ സസ്പെൻഷൻസ് ഡിസ്പെൻസ് ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ സസ്പെൻഷൻസ് കണ്ടെയ്നിങ് ഡിഫ്യൂസിബിൾ സോളിഡ്, suspension containing indiffusible solid, suspension containing precipitate forming liquid, suspension produced by chemical reaction. Okay, so suspension containing diffusible solid in the example one. Okay, so diffusible solid എന്ന് പറഞ്ഞാൽ എന്താ? There are certain insoluble powder substance, അല്ലെ, which are light in weight and readily mixed with water and remain suspended through the liquid for a sufficiently long time after shaking. ചില പൗഡേഴ്സിന്റെ വെയിറ്റ് വളരെ കുറവായിരിക്കും. ഇവരെ വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് അവർക്ക് വാട്ടറിൽ ആഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പക്ഷേ അതിന് നമ്മൾ വെള്ളത്തിൽ ഇപ്പൊ അറുക്കപ്പൊടി, നമ്മളിപ്പം എന്താ പറയാ, ഈ വുഡൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പൊടി ഉണ്ടല്ലോ, ഈ പൊടി എന്ന് പറയുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആ. പക്ഷെ വാട്ടറിൽ നമുക്ക് മിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അതിന് എക്സാമ്പിൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഡിഫ്യൂസിബിൾ സോളിഡ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? സോ ആ സബ്സ്റ്റൻസിനെ ഡിഫ്യൂസിബിൾ സോളിഡ് എന്ന് വിളിക്കുന്നത് ഇപ്പം കാൽസ്യം കാർബണേറ്റ്, ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ട്രൈസിലിക്കേറ്റ്, റുബാർബ് പൗഡർ, ലൈറ്റ് കയോലിൻ, ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ പറയുന്ന ഏജൻസ്. ഓക്കെ, അപ്പൊ ഇവരെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവര് ജനറലി നമുക്ക് ഡിസ്പെൻസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി ഹാവ് ടു കെയർഫുള്ളി ടയർ ദ കണ്ടെയ്നറിന്റെ വെയിറ്റ് എടുക്കുക. ദെൻ ഫൈനലി പൗഡർ ദ സോളിഡ് ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ ഏത് കണ്ടെയ്നറിലേക്കാണോ ഇവനെ മാറ്റുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് സോളിഡ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണോ അതിനെ നല്ലതുപോലെ പൗഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇൻസോല്യുബിൾ പൗഡറിൽ ഒരു മോട്ടറിലേക്ക് ആവശ്യത്തിന് വെഹിക്കിളുമായിട്ട് ആഡ് ചെയ്തുകൊണ്ട് ഒരു സ്മൂത്ത് ക്രീം പ്രിപ്പയർ ചെയ്യുക. എമൽഷനിൽ പ്രിപ്പയർ ചെയ്തതുപോലെ. then we need to add sufficient amount of vehicle to make it pourable. അതായത് ഊർന്ന് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ പോർ ചെയ്ത് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ അതിനെ ഒരു സ്മൂത്ത് ക്രീം ആക്കി മാറ്റുക. Examine the suspension carefully and it contains foreign particles. Restrain it through a muslin cloth into a tiered container. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പർട്ടിക്കുലർ സാധനത്തിനകത്ത് ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പാർട്ടിക്കിൾ ഉണ്ടോ എന്ന് നോക്കുക. പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു മസ്ലിൻ ക്ലോത്തിലൂടെ അരിച്ചെടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും എന്ത് ചെയ്യുക? നമ്മള് കണ്ടെയ്നറിൽ ഉപയോഗിക്കുക. ഓക്കെ, then rinse the mortar and pestle with successive volume of vehicle until they are quite clean. അപ്പം ഈ ഒരു മോട്ടറും പെസിലും എന്താ പറയാ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എത്രത്തോളമാണോ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള വോളിയം, ആ വോളിയം പ്രിപ്പയർ ചെയ്യാൻ ഈ മോട്ടർ ആൻഡ് പെസിലുള്ള സാധനങ്ങൾ കഴുകി അങ്ങോട്ട് ഒഴിച്ചാൽ മതിയാവും. ട്രാൻസ്ഫർ ദ റിൻസിങ്സ് ടു ദ ബോട്ടിൽസ്. നമ്മൾ ആദ്യം ഒരു ബോട്ടിൽ, ഒരു കണ്ടെയ്നർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ കണ്ടെയ്നറിലേക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യും. ഇതിന് ശേഷം വി വിൽ ആഡ് എനി ലിക്വിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ലിക്വിഡ് ഇൻഗ്രീഡിയന്റ് ചെയ്യും. then we will add more vehicle to make up the volume and we need to mix thoroughly to make it uniform. അല്ലെ, ആ ബോട്ടിൽ ഷേക്ക് ചെയ്തുകൊണ്ട് അത് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മള് ഡിഫ്യൂസിബിൾ സോളിഡിന്റെ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? കണ്ടെയ്നർ എടുക്കുക, കയ്യിലുള്ള പൗഡർ എടുക്കുക, സ്യൂട്ടബിൾ മീഡിയം ആഡ് ചെയ്തുകൊണ്ട് ഒരു മോട്ടർ ആൻഡ് പെസിൽ ഇതിനെ ഒരു സ്മൂത്ത് അല്ലെങ്കിൽ സോഫ്റ്റ് ക്രീം ആക്കുക. ഈ ക്രീമിനെ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക, ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുക, സഫീഷ്യന്റ് വാട്ടർ ആഡ് ചെയ്യുക, നല്ലതുപോലെ ഷേക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ആലോചിച്ച ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം.
അതിപ്പോ ലൈറ്റ് കയോലിനും ലൈറ്റ് മഗ്നീഷ്യം കാർബണേറ്റും സോഡിയം ബൈകാർബണേറ്റും ഒക്കെ എടുത്തിട്ടുണ്ട്. പെപ്പർമിന്റ് വാട്ടറും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഒരു മിക്സർ പ്രിപ്പയർ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. 3 times നമുക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാക്യുറേറ്റ്ലി വേ ചെയ്യുക. ഇതിൻ്റെ അത് പെപ്പർമിന്റ് വാട്ടറിനെ എടുക്കുക. പെപ്പർമിന്റ് വാട്ടർ ഉപയോഗിച്ച് ഇതിനൊരു പേസ്റ്റ് ആക്കുക. എന്നിട്ട് അതേ മോട്ടറിലേക്ക് വീണ്ടും നമ്മുടെ വെള്ളം ആഡ് ചെയ്തുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യും? മിക്സ് ചെയ്തെടുക്കും അല്ലേ? മിക്സ് ചെയ്ത സാധനത്തിൽ നമ്മൾ ഈ കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മൾ സഫീഷ്യന്റ് വോളിയം മേക്കപ്പ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി സസ്പെൻഷൻസ് കണ്ടെയ്നിങ് ഇൻഡിഫ്യൂസിബിൾ സോളിഡ്സ്. ഇൻഡിഫ്യൂസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറ്റേത് നമ്മൾ പറഞ്ഞ വെള്ളത്തിലിട്ടാലും വെയിറ്റ് കുറവായിരുന്നു കുറച്ച് പൊങ്ങി നിൽക്കും എന്നാ പറഞ്ഞത്. പക്ഷെ ഇൻഡിഫ്യൂസിബിൾ സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുകയില്ല. അതേപോലെ വെഹിക്കിളിൽ സഫീഷ്യന്റ് ആയിട്ട് യൂണിഫോം ആയിട്ട് അവരെ സസ്പെൻഡ് ചെയ്യുകയുമില്ല. ഓക്കെ, സോ അതിന്റെ എക്സാമ്പിൾ ആണ്. 2 തരത്തിൽ ഉപയോഗിക്കാം. എക്സ്റ്റേണലി ഉപയോഗിക്കാം, ഇന്റേണലി ഉപയോഗിക്കാം. എക്സ്റ്റേണലി ഉപയോഗിക്കുന്നതാണ് സിങ്ക് ഓക്സൈഡ്, കലാമിൻ, സൾഫർ പ്രസിപ്പിറ്റേറ്റഡ് ഹൈഡ്രോകോർട്ടിസോൺ. യൂസ്ഡ് ഇന്റേണലി എന്തൊക്കെയാണ്? ആസ്പിരിൻ, ആരോമാറ്റിക് ചോക്ക് വാട്ടർ, ഫീനോബാർബിറ്റോൺ, സൾഫാഡിമിഡിൻ, സക്സിനൈൽ സൾഫർ, തൈസോളൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇനി ഇവരെ എങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ഡിസ്പെൻസ് ചെയ്യുന്നത് നോക്കാം. ആദ്യമേ പൗഡർ ചെയ്യുക. എല്ലാ ഇൻഗ്രീഡിയൻസിനെയും മോട്ടറിലേക്ക് ആഡ് ചെയ്യുക. കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രകാന്ത് പൗഡർ ആഡ് ചെയ്യുക. എന്നിട്ട് 3/4 ഭാഗം വെള്ളം ആഡ് ചെയ്യുക. സ്മൂത്ത് ക്രീം ആക്കുക. ഈ സ്മൂത്ത് ക്രീമിന് എന്ത് ചെയ്യണം? ഫോറിൻ പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്യുക. എന്നിട്ട് ഈ മോട്ടറിന് സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വെയിറ്റ് ആ മോട്ടർ ക്ലീൻ ചെയ്തുകൊണ്ട് ലിക്വിഡ് വോളിയം ആഡ് ചെയ്യുക. ഈ ഒരു സമയത്തിന് മുന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാവുമല്ലോ നമ്മളുടെ ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇനി സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിങ് ലിക്വിഡ്സ് അടുത്തത് എന്താ അത്? സോ ചില ലിക്വിഡ് പ്രിപ്പറേഷൻസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഈസ് പ്രസിപ്പിറ്റേറ്റഡ് ഓൺ അഡീഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം ചില ലിക്വിഡ് പ്രിപ്പറേഷൻസ് നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളതിനെ കോമ്പൗണ്ട് ബെൻസോയിൻ ടിഞ്ചറോ അല്ലെങ്കിൽ ബെൻസോയിൻ ടിഞ്ചറോ മിറർ ടിഞ്ചറോ ടൊളു ടിഞ്ചറോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ദീസ് ലിക്വിഡ്സ് ആർ നോട്ട് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ, പക്ഷേ they form indiffusible participants അല്ലെങ്കിൽ precipitates, particularly when salt are present. Salt ഉണ്ടെങ്കിൽ അത് ഇൻഡിഫ്യൂസിബിൾ ആയിട്ടുള്ള precipitate ഉണ്ടാക്കും. They contain resinous matter and when it is mixed with the water എന്ത് സംഭവിക്കും? It leads to precipitation of resin. Okay, so ഈ resinous ആയിട്ടുള്ള മാറ്ററിലേക്ക് നമ്മൾ വാട്ടർ നേരിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ അതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചൊരു കട്ട മാതിരിയാവും. എന്നിട്ട് നമ്മുടെ ബോട്ടിലിന്റെ സൈഡിനെല്ലാം സ്റ്റിക്ക് ചെയ്യും. നമുക്ക് തിരിച്ച് റീഡിഫ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡിനെ ആഡ് ചെയ്യും ടു ദ വെഹിക്കിൾ. ബിഫോർ ടിഞ്ചർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ട്രഹക്കാന്ത് മ്യൂസിലേജോ കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡർ ഒക്കെ ആയിരിക്കും നമ്മൾ പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ സസ്പെൻഷൻ കണ്ടെയ്നിങ് പ്രസിപ്പിറ്റേറ്റ് ഫോമിങ് ലിക്വിഡിനകത്ത് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവനെല്ലാം കൂടെ ഒരു ബോളാണ്. അപ്പൊ ടിഞ്ചർ ആഡ് ചെയ്യണം. ടിഞ്ചർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആഡ് ചെയ്യുന്ന മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ജനറൽ മെത്തേഡ് ഓഫ് ഡിസ്പെൻസിങ്. അപ്പം ഈവൻ ഇൻഡിഫ്യൂസിബിൾ സോളിഡ് ആണെങ്കിലും ആ ഇൻഡിഫ്യൂസിബിൾ സോളിഡ് നമ്മൾ ഫൈൻലി പൗഡർ ചെയ്യുക. എന്നിട്ട് അതിനെ മോട്ടറിലേക്ക് ആഡ് ചെയ്യുക. കോമ്പൗണ്ട് ട്രഹക്കാന്ത് പൗഡർ അല്ലെ യൂസ് ചെയ്തിട്ട് ആ മോട്ടറിനെ നമ്മൾ മിക്സ് ചെയ്യുക. ഹാഫ് ഓഫ് ദ വെഹിക്കിൾ ആഡ് ചെയ്യുക. സ്മോൾ എമൗണ്ട് ഓഫ് പൗഡേഴ്സ് ആഡ് ചെയ്യുക. ട്രിച്ചുറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ സോഫ്റ്റ് ക്രീം പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് ലാസ്റ്റ് സ്റ്റേജിന് മുമ്പ് തന്നെ ലിക്വിഡ് പ്രിപ്പറേഷൻസും അതേപോലെ നമ്മുടെ എന്താ പറയാ കൊളോയിഡൽ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഏജന്റ് ആഡ് ചെയ്യുക. ഇത് പാർട്ടിക്കിൾ തമ്മിൽ ഇന്റർഫെക്ഷൻ ഫ്രിക്ഷൻസ് ഒക്കെ കുറച്ചുകൂടി നമുക്ക് സ്റ്റേബിൾ പ്രിപ്പറേഷൻ കിട്ടാനായിട്ട് സഹായിക്കും. നെക്സ്റ്റ് ഈസ്
ജനറൽ മെത്തേഡ് ഓഫ് ഡിസ്പെൻസിങ് ആണ് അടുത്ത് പറയുന്നത്, യൂസിങ് ട്രഗക്കാന്ത മ്യൂസിലേജ്. ഓക്കെ, സോ ട്രഗക്കാന്ത് മ്യൂസിൽ അറിയാലോ, വാട്ടറോ ക്ലോറോഫോമോ ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ആളാണ് ട്രഗക്കാന്ത്. ട്രഗക്കാന്ത് മ്യൂസിലേജിനെ ഈക്വൽ വോളിയം ഓഫ് ദ വെഹിക്കിളുമായിട്ട് മിക്സ് ചെയ്യുക, എന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോമിങ് ലിക്വിഡിനെ നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ഓക്കെ, പ്രസിപ്പിറ്റേറ്റ് ഫോമിങ് ലിക്വിഡിനെ മെഷർ ചെയ്യുക, എന്നിട്ട് ഇവന് ആ മ്യൂസിലേജിന്റെ ട്രഗക്കാന്ത് മ്യൂസിലേജിന്റെ നടുക്കേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ കുഴി പോലെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യുക. Stir until the dissolving the solid substance to 1/4. എന്നിട്ട് ഈ മിക്സ്ചറിന് നല്ലതുപോലെ മിക്സപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്. വേണ്ടുന്ന വോളിയത്തിലേക്ക് വെഹിക്കിൾ ആഡ് ചെയ്തെടുക്കുക, ലിക്വിഡ് ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തെടുക്കുക, റിക്വയർഡ് വോളിയം വേണമെങ്കിൽ അത് മീറ്റപ്പ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പിന്നീടുള്ള സ്റ്റെപ്പുകൾ. സ്റ്റെപ്പ് 5, 6 and 8 എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വൽ ജനറൽ പാറ്റേൺ ഓഫ് ഡിസ്പെൻസിങ് പോലെ തന്നെയാണെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സസ്പെൻഷൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു സസ്പെൻഷൻ ഉണ്ടാക്കാം. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് സസ്പെൻഷൻ, എ ഹൈലി ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ ഓഫ് reactants are mixed together so as to form a very finely divided precipitate. അപ്പം കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാക്കുന്ന സസ്പെൻഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈലി ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഈ റിയാക്ടന്റ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യാം, ഇവരെ പരസ്പരം മിക്സ് ചെയ്യുക, ആൻഡ് സോ ആസ് ടു ഫോം വെരി ഫൈൻലി ഡിവൈഡഡ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഫൈൻലി ഡിവൈഡഡ് പ്രസിപ്പിറ്റേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇവരെ മിക്സ് ചെയ്യുക, എന്നിട്ട് വി ഹാവ് ടു ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ഔട്ട് ദ ലിക്വിഡ് ബൈ ഷെയ്ക്കിങ്. ട്രിച്ചുറേഷൻ ചെയ്യാൻ പാടില്ല. കെമിക്കൽ റിയാക്ഷൻസ് ഉള്ള ഏജന്റിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവനെ ഷെയ്ക്കിങ്ങിലൂടെ മാത്രം യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. The precipitate so formed are diffusible in nature, hence there is no need by adding any suspending agent. അപ്പൊ ഒരു തരത്തിലുള്ള സസ്പെൻഡിങ് ഏജന്റും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ദിസ് precipitate so formed are diffusible in nature. അവര് ഡിഫ്യൂസിബിൾ ആയിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പൊട്ടാസ് ആഷ് അല്ലെങ്കിൽ സൾഫറേറ്റഡ് പൊട്ടാഷ്, സിങ്ക് സൾഫേറ്റ്, ഇവർ നല്ല റിയാക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. സൾഫറേറ്റഡ് പൊട്ടാഷും സിങ്ക് സൾഫേറ്റും, ദെൻ കോൺസെൻട്രേറ്റഡ് ക്യാംഫർ വാട്ടർ. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ക്യാംഫർ വാട്ടർ, ദെൻ സാദാ വാട്ടർ. ഇത്രയുണ്ട്. നമുക്കൊരു മിക്സ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ചെയ്യുമെന്ന് വെച്ചാൽ ആദ്യമേ ഈ സൾഫറേറ്റഡ് പൊട്ടാഷിനെയും സിങ്ക് സൾഫേറ്റിനെയും കൂടെ നമ്മൾ സെപ്പറേറ്റ്ലി കുറച്ച് എമൗണ്ട് ഓഫ് വാട്ടർ ഡിസോൾവ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ സൾഫറേറ്റഡ് പൊട്ടാഷിനെ സിങ്ക് സൾഫേറ്റിലേക്ക് പതുതായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് സ്ലോലി സ്റ്റിർ ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. എന്നിട്ടോ ഇതിനെ ഒരു ടാർഡ് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ക്യാംഫർ വാട്ടർ ആഡ് ചെയ്യുക, വിഗറസ് ഷേക്കിംഗ് കൊണ്ട് അതിനെന്ത് ചെയ്യണം, റീഡിസോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, ആഡ് ക്യാംഫർ വാട്ടർ വിത്ത് വിഗറസ് ഷേക്കിംഗ് ടു റീഡിസോൾവ് precipitate camphor. അപ്പം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ യൂഷ്വലി അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടെയ്നേഴ്സിന്റെ പ്രത്യേകതകൾ പറയാം. എന്താ കണ്ടെയ്നറിന്റെ പ്രത്യേകത? സസ്പെൻഷൻസ് ഷുഡ് ബി പാക്ഡ് ഇൻ കണ്ടെയ്നേഴ്സ് വിച്ച് ആർ ഹാവിംഗ് adequate air space above the liquid to permit adequate shaking. അപ്പൊ കണ്ടെയ്നർ ആഡ് ചെയ്യുമ്പോൾ നിറച്ച് നമ്മുടെ സാധനം ആഡ് ചെയ്യാൻ പാടില്ല. സസ്പെൻഷൻ മുഴുവനായിട്ട് ആഡ് ചെയ്യാതെ മുകളിൽ കുറച്ച് സ്ഥലം നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആഡിക്വേറ്റ് ഷേക്കിംഗ് പോസിബിൾ അല്ല. The oral suspension should be packed in wide mouth bottles to permit prompt removal of the suspension. ഓറൽ സസ്പെൻഷൻസ് ആണെങ്കിൽ വൈഡ് മൗത്ത് കണ്ടെയ്നേഴ്സിന് വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. എന്നാലും നമുക്ക് വായിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വായിലേക്ക് കമത്തുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡോസേജ് കിട്ടുള്ളൂ. നെക്സ്റ്റ് ലേബലിംഗ്. നമുക്കറിയാം അല്ലെ, എമൽഷൻ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു വളരെ പ്രധാനമാണ് ലേബലിംഗ് എന്ന് പറയുന്നത്. എന്താ എഴുതേണ്ടത്? ഇറ്റ് ഹാസ് ടു ബി ഷേക്ക് വെൽ ബിഫോർ യൂസ്. ഓക്കെ, ആൻഡ് ഡ്രൈ സസ്പെൻഷൻ പൗഡർ ആണെങ്കിൽ സ്പെസിഫിക് എമൗണ്ട് ഓഫ് വെഹിക്കിൾ ആഡ് ചെയ്തുകൊണ്ട് വേണം അവരെ എന്ത് ചെയ്യാൻ, നമ്മൾ ലേബൽ ചെയ്യാനായിട്ട്. അടുത്തത് സ്റ്റോറേജ്.
സസ്പെൻഷൻസ് ഒരു കൂൾ പ്ലേസിലായിട്ടായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. റെഫ്രിജറേറ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ലോ ടെമ്പറേച്ചറിൽ നമുക്ക് അഗ്രിഗേഷനും സസ്പെൻഷൻസും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ലാസ്റ്റ് ഹെഡിങ് ആണ്, ചാപ്റ്റർ തീർന്നു. സ്റ്റെബിലിറ്റി ഓഫ് ആൻ എമൽഷൻ. അപ്പൊ ഒരു സ്റ്റേബിൾ എമൽഷൻ എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോഡറേറ്റ് ഷേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അവന് നമുക്ക് റീഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ തന്നെ ആ ഷെൽഫ് ലൈഫ് കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അവന് ഈസി ആയിട്ട് അവന്റെ കണ്ടെയ്നറിൽ നിന്ന് പോർ ചെയ്യാനും പറ്റും. അതാണ് പറയുന്നത്, എ സ്റ്റേബിൾ എമൽഷൻ ക്യാൻ ബി റീഡിസ്പേഴ്സ് ഹോമോജീനിയസ്ലി വിത്ത് മോഡറേറ്റ് ഷേക്കിംഗ് ആൻഡ് ക്യാൻ ബി ഈസിലി പോർഡ് ത്രൂ ഔട്ട് ഇറ്റ്സ് ഷെൽഫ് ലൈഫ്. ഓക്കെ, ഇനി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻ എടുത്താലോ. സ്റ്റേബിൾ ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻസ് എന്ന് പറയുന്നത് ഫ്ലോക്കുലേറ്റഡ് ആണ്. അതായത് അവരിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അവർ പരസ്പരം ബോണ്ടഡ് ആയിരിക്കും, ലൂസ് ആയിരിക്കും, സെമി റിജിഡ് ആയിട്ടായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് നമുക്ക് ഒരു തരത്തിലുള്ള സിഗ്നിഫിക്കന്റ് ഫോഴ്സും ആ ലിക്വിഡിനോട് എക്സേർട്ട് ചെയ്താലേ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മോഡറേറ്റ് ഷേക്കിങ്ങിലൂടെ റീഡിസ്പേഴ്സ് ചെയ്യാനായിട്ട് പറ്റും. നോൺ ഫ്ലോക്കുലേറ്റ് സസ്പെൻഷൻസ് ആണെങ്കിൽ പോലും അവരെ നമുക്ക് സ്റ്റേബിൾ ആക്കാം. എങ്ങനെ, അവരുടെ പാർട്ടിക്കിൾ സൈസ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ സസ്പെൻഡഡ് മെറ്റീരിയൽസ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ വിസ്കോസിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എമൽഷൻസിന്റെ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം. അടുത്തതാണ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റെബിലിറ്റി. 4 മെത്തേഡുകളാണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെഡിമെന്റേഷൻ മെത്തേഡ്, മൈക്രോമെറിറ്റിക് മെത്തേഡ്, റിയോളജിക്കൽ മെത്തേഡ്, ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ്. ഓക്കെ, സെഡിമെന്റേഷൻ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്, ദ മെഷർമെന്റ് ഓഫ് സെഡിമെന്റേഷൻ വോളിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ ഇൻ ദ ഇവാലുവേഷൻ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് സസ്പെൻഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെഷേർഡ് വോളിയം ഓഫ് സസ്പെൻഷൻ എടുക്കുന്നു, ഒരു സിലിണ്ടറിൽ വെക്കുന്നു, അതിനെ അൺഡിസ്റ്റർബ്ഡ് തൊടാതെ കുറച്ച് സമയത്തേക്ക് നമ്മൾ വെക്കുന്നു. എത്രയായിരുന്നു അതിന്റെ ഹൈറ്റ് എന്നുള്ളത് മെഷർ ചെയ്യുക. HU എന്നാണ് നോട്ട് ചെയ്യുക. അൾട്ടിമേറ്റ് ഹൈറ്റ് എന്നാണ് HU ഡിനോട്ട് ചെയ്യുന്നത്. ഈ അൾട്ടിമേറ്റ് ഹൈറ്റ് എടുക്കുന്നു, അതിനെ സെഡിമെന്റ് ചെയ്യാൻ അനുവദിക്കുന്നു. ഇനീഷ്യൽ ഹൈറ്റ് ഓഫ് ദ ടോട്ടൽ സസ്പെൻഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് സെഡിമെന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ വെച്ചിരിക്കുവാണ് കേട്ടോ. സോ സെഡിമെന്റേഷൻ വോളിയം എന്ന് പറയുന്നത് വോളിയം F എന്ന് കൺസിഡർ ചെയ്യാം. അൾട്ടിമേറ്റ് ഹൈറ്റ് ഇനിഷ്യൽ ഹൈറ്റും തമ്മിലുള്ള ഒരു റേഷ്യോ HU ഡിവൈഡ് ബൈ H0 ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനൽ വോളിയം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫൈനൽ റേഷ്യോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സെഡിമെന്റേഷൻ വോളിയം എന്ത് ചെയ്യണം, ഇറ്റ് ഹാസ് ടു ബി പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദ ടൈം. The graph indicate the sedimentation pattern of suspensions on storage. അപ്പൊ ഒരു സ്റ്റേബിൾ സസ്പെൻഷൻ എടുത്തു കഴിഞ്ഞാൽ അവര് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ഒരു ലെസ് സ്റ്റീപ്പ് കുത്തനെയുള്ള ഒരു കർവ് ഉണ്ടാക്കുന്നത് കുറവായിരിക്കും ഒരു സ്റ്റേബിൾ സസ്പെൻഷൻ. ഓക്കെ, സോ ഇതിന്റെ ഈ റീവാലുവേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാം, റീഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ടോ, ഷെയ്ക്ക് ചെയ്യുമ്പോൾ റീഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ് HU by H0. നെക്സ്റ്റ് വൺ ഇസ് മൈക്രോമെറിറ്റിക് മെത്തേഡ്. മൈക്രോമെറിറ്റിക് മെത്തേഡ് എന്താ ചെയ്യുന്നത്, പാർട്ടിക്കിൾ സൈസ് ഓഫ് ദ ഡിസ്പേർഷൻ മീഡിയം ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ മൈക്രോമെറിറ്റിക് മെത്തേഡ് നോക്കുന്നത്. അപ്പൊ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നതോ ഇൻ ദ സസ്പെൻഷൻസ് മേ ഗ്രോ ആൻഡ് മേ അൾട്ടിമേറ്റ്ലി ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ലംസ് ആൻഡ് ക്രാക്കിങ്സ്. അപ്പം മൈക്രോമെറിറ്റിക് മെത്തേഡിൽ ഒരു സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് ഓഫ് ദ ഡിസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്പേഴ്സ് മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് നമുക്ക് എന്ത് ചെയ്യണം, എപ്പോഴും സ്റ്റേബിൾ ആയിരുന്നു. ഇവർ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ലംബായി കഴിഞ്ഞാൽ എന്ത് പറ്റും, കേക്കിംഗ് ഉണ്ടാവും, സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി പോകും. അപ്പൊ പാർട്ടിക്കിൾ സൈസിലുള്ള ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത് വിത്ത് റെഫറൻസ് ടു ദ ടൈം. ഇതും നമുക്ക് ആ പർട്ടിക്കുലർ സസ്പെൻഷൻ സ്റ്റേബിൾ ആയിട്ട് എത്ര നാൾ ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഹാബിറ്റ് എന്ന് പറയുന്നത് കൗണ്ടർ മെത്തേഡോ മൈക്രോസ്കോപ്പിയോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. മൈക്രോമെറിറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൈക്രോ സൈസിലുള്ള അതിന്റെ ഡിസ്പേർഷൻ മീഡിയം എത്ര നാള് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അടുത്തത് റിയോളജിക്കൽ മെത്തേഡ്, വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ വിസ്കോസിറ്റി ഓഫ് ദ സസ്പെൻഷൻ ഇസ് സ്റ്റഡീഡ് അറ്റ് ഡിഫറെന്റ് ടൈം ഇന്റർവെൽ ബൈ യൂസിങ് ഗുഡ് വോളിയം ഓഫ്
വിസ്കോമീറ്റർ. അത് ഇമ്പോർട്ടന്റ് ആണ്. റിയോളജിക്കൽ മീഡിയത്തിൽ അല്ലെങ്കിൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് വിസ്കോമീറ്റർ. വിസ്കോമീറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും മീഡിയത്തിന്റെ വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സസ്പെൻഷൻ. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ്. സർഫസ് ഇലക്ട്രിക് ചാർജ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ സസ്പെൻഷന്റെ സീറ്റ പൊട്ടൻഷ്യൽ കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇലക്ട്രോ കൈനറ്റിക് മെത്തേഡ്. സീറ്റ പൊട്ടൻഷ്യൽ എന്നാ പറയുന്നത്. സർട്ടൺ സീറ്റ പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങള് നല്ല സ്റ്റേബിൾ സസ്പെൻഷൻ ആയിട്ടിരിക്കും, കാരണം അത് കൺട്രോൾഡ് ഫ്ലോക്കുലേഷനിലായിരിക്കും ഉണ്ടാവുക. സോ സീറ്റ പൊട്ടൻഷ്യൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മൈഗ്രേറ്റഡ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഇസ് മെഷേർഡ് ബൈ ദ ഇലക്ട്രോഫോററ്റിക് മെത്തേഡ്. ഓക്കെ, ബൈ ദ ഇലക്ട്രോഫോററ്റിക് മെത്തേഡ്. ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടെ പറയാം. ഫോർ ലിക്വിഡ് ഡോസേജ് ഫോം ആയിട്ടുള്ള സസ്പെൻഷൻസിന്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. മെബെക് സസ്പെൻഷൻ, മെബൻഡസോൾ ഉള്ള മെബെക് സസ്പെൻഷൻ എക്സാമ്പിൾ ആണ് സിപ്ലിൻ. അത് ട്രൈ മെത്തോപ്രിയം സൾഫാ മെത്തോക്സോൾ ഒക്കെ ഉള്ള സിപ്ലിൻ ആന്റിബയോട്ടിക് ഒരു എക്സാമ്പിൾ ആണ്. സെപ്ട്രാൻ, എന്റെറോസെറിൻ, ഡെപ്പൻഡാൽ, ക്ലോറാംബിൻ സസ്പെൻഷൻസ്, ദെൻ കാംബീസിലിൻ സസ്പെൻഷൻസ്, അതൊക്കെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ സസ്പെൻഷൻ. സ്റ്റെബിലിറ്റിയിലെ സെഡിമെന്റേഷൻ മെത്തേഡ്, മൈക്രോമെറിറ്റിക് മെത്തേഡ്, റിയോളജിക് മെത്തേഡ്, ഇലക്ട്രോകൈനറ്റിക് മെത്തേഡ്. സെഡിമെന്റേഷൻ മെത്തേഡ് എന്താ? ഇനീഷ്യൽ ഹൈറ്റും എടുക്കും ഫൈനൽ ഹൈറ്റും എടുക്കും, h2/h0 എന്ന് പറഞ്ഞിട്ട് ഒരു ഫിക്സ്ഡ് വോളിയത്തെ കാൽക്കുലേറ്റ് ചെയ്യും. മൈക്രോമെറിറ്റിക് മെത്തേഡ് എന്താ? പാർട്ടിക്കിൾ സൈസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. റിയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം ആയിരിക്കും നോക്കുന്നത്. ഇലക്ട്രോ കൈനറ്റിക്കിനകത്ത് സീറ്റ പൊട്ടൻഷ്യൽ, സർഫസ് ഏരിയയിലുള്ള പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ചാർജ് എത്രയാണ് എന്ന് നോക്കും. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ സസ്പെൻഷൻ കഴിഞ്ഞു. താങ്ക് യു.